നമുക്കേറെ സുപരിചിതയായ മദർ തെരേസ ഇപ്രകാരം ഒരു വാചകം പറയുന്നുണ്ട്: ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ ബട്ട് ആൻ എക്സ്പീരിയൻസ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മതമല്ല, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായ ഒരു സംഗതിയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തിലും വിശുദ്ധ മാമോദീസ ശുശ്രൂഷയിലും ഒക്കെ നാം കേട്ടിട്ടുള്ളതുപോലെ സാധാരണമായ ഒരു ജീവിതമല്ല, മറിച്ച് നമുക്ക് ലഭിച്ചതായ ആ ദൈവിക പ്രകാശത്തെ തിരിച്ചറിയുവാനും ആ ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു വലിയൊരു ദൗത്യം, ആ വലിയൊരു ലക്ഷ്യം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് വിളിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. സംഭാഷണങ്ങൾ പലപ്പോഴും നമ്മെ പല ദിശകളിലേക്കും തിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നേരായ ദിശകളിലേക്കായിരിക്കാം, മറ്റു ചിലപ്പോൾ തെറ്റായ ദിശകളിലേക്കായിരിക്കാം. ഒരു സംഭാഷണത്തിലൂടെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്ത മനോഹരമായ ഒരു വേദഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ധനഹായിക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ധ്യാനത്തിനായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വേദഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമായിരിക്കാം. ഗലീലയിലേക്ക് പുറപ്പെടുവാൻ യേശു ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടുകൊണ്ട് ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, നീ എന്റെ പിന്നാലെ വരിക. ആ നിമിഷം തന്നെ ഫിലിപ്പോസ് ക്രിസ്തുവിന് പിന്നാലെ അവനെ അനുഗമിക്കുകയാണ്. അതിനുശേഷം ഫിലിപ്പോസ് ഒന്ന് തന്റെ സ്നേഹിതനായ നഥാനിയേലിനോട് പറയുന്നു, നീ ആരെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുവോ ആ ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ നഥാനിയേൽ കുറേയേറെ സംശയങ്ങൾ ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്. അതിന്റെ അവസാനം ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുന്നു, നീ വന്ന് കാണുക. അപ്രകാരം അവനെ അനുഗമിച്ച നഥാനിയേൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ക്രിസ്തു അവനോട് പറയുന്നുണ്ട്, ക്രിസ്തു അവനെ കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. തുടർന്ന് യേശുക്രിസ്തുവും നഥാനിയേലും തമ്മിലുള്ള സംഭാഷണമാണ് മുന്നോട്ടുള്ള വാക്യങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റെല്ലാ മതങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ദർശനത്തിൽ ദൈവം മനുഷ്യരെ തേടിയെത്തുകയാണ്. തന്റെ രക്ഷണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ തന്റെ ജനനവും മുന്നോട്ടുള്ള ജീവിതവും തന്റെ അവസാനവും മരണവും ഒക്കെ നാം പരിശോധിക്കുമ്പോൾ വഴിതെറ്റിപ്പോയ ആടുകളെ തന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായി ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ തേടി കണ്ടെത്തുന്ന ആ ദൈവസ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, നീ എന്റെ പിന്നാലെ വരിക. ഒരു തേടിപ്പോകലിന്റെ അനുഭവമാണ് ക്രിസ്തുവിന്റെ ഈ ഒരു സംഭാഷണത്തിലൂടെയും ഈ ഒരു സംഭവത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. തുടർന്ന് നഥാനിയേലിനോട് ഫിലിപ്പോസ് അവനെ പറ്റിയുള്ള വിശേഷണങ്ങളൊക്കെ പറയുമ്പോൾ നഥാനിയേൽ അവനെ കാണുവാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പായി തന്നെ ക്രിസ്തു അവനെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടെത്തിയെന്ന് യേശു നഥാനിയേലിനോട് പറയുന്നു. ഇപ്രകാരം ഒരു തേടിപ്പോകലിന്റെയും ഒരു കണ്ടെത്തലിന്റെയും
കൂട്ടിച്ചേർക്കലിന്റെയും ഒക്കെ യഥാർത്ഥമായ അനുഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് ഇപ്രകാരം ഒരു ദൈവസ്നേഹം, ഇപ്രകാരം ഒരു വിളി, എന്റെ പിന്നാലെ വരിക എന്നുള്ള വിളി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് എത്ര പേർക്ക് അവനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കും? ഒരു സ്നേഹിതൻ വന്ന് പറയുകയാണ്, നീ ആരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, ആ ദൈവത്തെ ഞാൻ കണ്ടെത്തി. അപ്രകാരം ഒരു വാചകം ഒരു സ്നേഹിതന്റെ വായിൽ നിന്ന് കേട്ടാൽ ആ സ്നേഹിതന്റെ വാക്ക് കേട്ട് എത്ര പേർ ആ സത്യത്തെ അന്വേഷിച്ച് പുറപ്പെടുവാനായിട്ട് സാധിക്കും? നമ്മളൊരു വിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. നാം എവിടെയാണ്? നമ്മുടെയൊക്കെ സ്ഥാനം എവിടെയാണ്? നമ്മുടെയൊക്കെ ക്രിസ്ത്യാനികളെന്ന് സ്വയം വിളിക്കപ്പെടുമ്പോഴും ആ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ യഥാർത്ഥമായ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ വേദഭാഗത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, ലഭിച്ച ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകരുക. ലഭിച്ച ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകരുക. കൃത്യമായും സസൂക്ഷ്മമായും പരിശോധിക്കുമ്പോൾ ഫിലിപ്പോസ് ഒരു മിഷണറി ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. താൻ അറിഞ്ഞ ആ സത്യത്തെ തന്റെ സ്നേഹിതർക്ക് പകർന്നു കൊടുക്കുക, താൻ അറിഞ്ഞ ദൈവിക പ്രകാശത്തെ അല്ലെങ്കിൽ ദൈവത്വത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത ഒരു യഥാർത്ഥ മിഷണറിയാണ് ഫിലിപ്പോസ് എന്ന ആ ശിഷ്യൻ. ഫിലിപ്പോസ് എന്ന വാക്കിന് അർത്ഥം സ്നേഹിതൻ എന്നാണ്. സ്നേഹിതർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്നേഹിതർക്ക് തന്റെ അറിഞ്ഞ സത്യത്തെ പകരുന്ന അനുഭവം. ഒരു മിഷണറി അങ്ങനെ ആകാൻ പറ്റില്ല. കാരണം മിഷൻ എന്നത് ഒരു ഉദ്യോഗമല്ല, കേവലം ഒരു ജോലിയോ കേവലം സമ്പാദ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപജീവന മാർഗമോ അല്ല മിഷൻ എന്ന് പറയുന്നത്. അതൊരു ശുശ്രൂഷയാണ്, അതൊരു വിളിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഒരു മിഷൻ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ മിഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വിഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോഴും ആ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ചില മിഷൻ ആൻഡ് വിഷനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പലപ്പോഴും ആ മിഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ പ്രസ്ഥാനങ്ങൾ ചെയ്യും. എന്നാൽ എന്താണ് വിഷൻ, എന്താണ് മുന്നോട്ട് അല്ലെങ്കിൽ അതിന്റെ അന്ത്യം നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ തുടക്കത്തിലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകരണം. അപ്രകാരം വിഷനില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഡിവിഷൻ ഉണ്ടാകുന്നത്, വേർതിരിവുണ്ടാകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരം ഒരു വിഷൻ ഇല്ലാതെ പോകുമ്പോഴാണ്. നമ്മൾ അറിഞ്ഞ ദൈവിക സത്യത്തെ അല്ലെങ്കിൽ ആ മശിഹായെ കണ്ടെത്തുന്ന അനുഭവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം കണ്ടെത്തിയ ആ ദൈവിക സത്യത്തെ മറ്റുള്ളവരിലേക്ക് പകർന്ന ഒരു ശിഷ്യനാണ് ഫിലിപ്പോസ്. അത്തിമരം ഇസ്രായേൽ ജനതയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഒരുപക്ഷെ നമുക്കറിയാം. അത്തിമരത്തിന്റെ ചൂട്ടിൽ വെച്ചാണ് ഇസ്രായേൽ ജനത തന്റെ വേദധ്യാനങ്ങൾ നടത്തുന്നതും പഠിക്കുന്നതും തങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള സ്ഥലമായൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്രകാരം നഥാനിയേൽ അത്തിമരത്തിന്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് ഇപ്രകാരമുള്ള വേദധ്യാനവും പഠിപ്പിക്കലുകളും പ്രാർത്ഥനകളും ഒക്കെ ഒരുപക്ഷെ നടത്തിയിരുന്ന സമയത്തായിരിക്കാം ക്രിസ്തു നഥാനിയേലിനെ കാണുവാനായിട്ട് പുറപ്പെടുന്നു. ഫിലിപ്പോസിനെ തിരഞ്ഞെടുക്കുന്നതും ഫിലിപ്പോസ് നഥാനിയേലിനോട് അറിയിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്രകാരം ആ വിളിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ദൈവിക പ്രകാശത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ആരാണ് എന്ന ബോധ്യം. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ്,
രാജകീയ പുരോഹിത മാർഗമാണ്. ഒരു സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. നാം ഓരോരുത്തരും അപ്രകാരമുള്ള ഒരു മിഷന്റെ ഭാഗവാക്കാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ടതും ഇപ്രകാരം ഒരു അനുഭവമാണ്. മറ്റുള്ളവർക്ക് ദൈവിക സത്യത്തെ മുറുകെ പിടിക്കുവാനും അവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്തം. അതിന് അപ്രകാരം ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെങ്കിൽ ആ ദൈവിക സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ ഒരു ഉദാഹരണം പറയുമ്പോൾ, പലപ്പോഴും പ്രണയിനികളും അല്ലെങ്കിൽ വിവാഹിതരാകുവാൻ പോകുന്നവരുമൊക്കെ അല്ലെങ്കിൽ വിവാഹിതരായവരുമൊക്കെ തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വധുവായിക്കോട്ടെ വരനായിക്കോട്ടെ അവരെ കണ്ടെത്തുന്ന ഒരു അനുഭവമുണ്ട്. അത് കേവലം ഒരു സൗന്ദര്യം നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പുറം മോടികൾ നോക്കിക്കൊണ്ടോ മാത്രമല്ല, മറിച്ച് ആന്തരികമായ സൗന്ദര്യവും തന്റെ ജീവിതത്തിന്റെ സ്വഭാവവും അവരുടെ ജീവിതത്തെ എപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നതുമൊക്കെ നോക്കിക്കൊണ്ടാണ് പലപ്പോഴും തന്റെ പ്രണയിനികളും വധുവരന്മാരൊക്കെ തന്റെ പ്രണയിനികളെ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അവസാനം വി സെഡ് എസ് എന്ന് പറയുന്ന ഒരു വാക്ക് അവസാനം പറയുന്നത്. ഞങ്ങൾ എസ് പറഞ്ഞു. നാമും ക്രിസ്തീയ ജീവിതത്തിന്റെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടവരാണോ? ക്രിസ്തുവിന്റെ യഥാർത്ഥമായ അനുഭവം അല്ലെങ്കിൽ ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുമ്പോൾ നഥാനിയേൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്രകാരം ഒരു അന്വേഷണത്തിന്റെ ത്വര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് ആയതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. ആ ക്രിസ്ത്യാനി എന്നതിന്റെ യഥാർത്ഥമായ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ചതായ ദൈവിക പ്രകാശത്തെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായി ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് ശിഷ്യത്വത്തിന്റെ വിളിക്ക് സ്വയം ഒരുങ്ങുക എന്നുള്ളതാണ്. ശിഷ്യത്വത്തിന്റെ വിളിക്ക് സ്വയം ഒരുങ്ങുക. ഒരു അന്വേഷണ ത്വരയുള്ള ഒരു മനുഷ്യനാണ് നഥാനിയേൽ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും ചില മുൻവിധികളൊക്കെ ഉണ്ട്. അപ്രകാരം ചില മുൻവിധികളൊക്കെ നഥാനിയേലിന്റെ ജീവിതത്തിലുമുണ്ട്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്നും ക്രിസ്തു എപ്രകാരം വരുമെന്നും യഹൂദ ജനത വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ നഥാനിയേലും വിശ്വസിച്ചിരുന്നിരിക്കാം. അപ്രകാരം ചില സംശയങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പോസ് നഥാനിയേലോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു നന്മ നസ്രയത്തിൽ നിന്ന് ഉത്ഭവിക്കുമോ? ഈ ഒരു മുൻവിധിയൊന്നും അതിന്റെ അവസാന വാക്കല്ല നഥാനിയേലിന്, മറിച്ച് ആ മുൻവിധിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്നേഹിതൻ തനിക്ക് പകർന്നു തന്ന ആ ദൈവിക സത്യത്തെ അന്വേഷിച്ച് പുറപ്പെടുവാനും ആ ദൈവിക സത്യത്തെ കണ്ടെത്തുവാനുമാണ് നഥാനിയേൽ എന്ന ആ ശിഷ്യൻ ചെയ്തത്. ശരിക്കും കപടമില്ലാത്ത ഒരു ഹൃദയമുള്ളവർക്ക് മാത്രമേ ഇപ്രകാരം ഒരു ദൈവിക സത്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അന്വേഷണത്തിനായി പുറപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ പറയുന്നത്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ക്രിസ്തുവിലേക്ക് നയിക്കുവാനിടയായ ആ നഥാനിയേലിനുണ്ടായ ചില ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട്. അവൻ ആത്മാർത്ഥത നിറഞ്ഞവനായിരുന്നു. തേടുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ തേടുവാൻ തക്കവണ്ണം, അത് ഗ്രന്ഥങ്ങളിലായിക്കോട്ടെ, പഠിപ്പിക്കലുകളായിക്കോട്ടെ, പ്രാർത്ഥനകളിലൂടെ ആയിക്കോട്ടെ, ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു നഥാനിയേലിൻ്റെത്. ക്രിസ്തു വരുമെന്നുള്ള ആ വലിയ പ്രത്യാശ നിറഞ്ഞ ഒരു മനോഭാവത്തോടെയാണ് നഥാനിയേൽ ജീവിച്ചിരുന്നത്. സത്യത്തെ തേടുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു നഥാനിയേലിന്. അതുപോലെ തന്നെ വചനദാഹിയായിരുന്നു. അതുകൊണ്ടാണ് അത്തിമരത്തിന്റെ ചൂട്ടിലിരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു അന്വേഷണ ത്വരയുള്ള മനുഷ്യനായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ഇപ്രകാരം രണ്ട് വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പോസും നഥാനിയേലും. നാം ഇന്ന് ധ്യാനിച്ചതുപോലെ ലഭിച്ച ദൈവിക പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ തക്കവണ്ണമുള്ള
ഫിലിപ്പോസിന്റെ ആ മനോധൈര്യവും ആ ശക്തിയും ശിഷ്യത്വത്തിന്റെ വിളിക്കായി സ്വയം ഒരുങ്ങിക്കൊണ്ട് അന്വേഷണ ത്വരയുള്ളവനായി നാഥാനിയേലിനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.